ഗ്രഹപരിസര ജീവജാലങ്ങളിൽ അടുത്ത വീഡിയോ കീടങ്ങളെ സംബന്ധിച്ചാണ്. കീടങ്ങൾ എന്ന് വെച്ചാൽ പ്രാണികൾ. ഒന്നാമതായി വരുന്നത് മശകഹ, കൊതുകാണ് മശകഹ കൊതുക്. അടുത്ത് മർക്കടഹ, കായുടെ മുകളിൽ ഇറുകാരം ഇടുക, മർക്കടഹ ചിലന്തിയാണ്. ശരഭഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ പുൽച്ചാടി, ശരഭഹ. ദീമകഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിതലാണ്, ദീമകഹ. അടുത്ത് ഭൃംഗഹ, ഭായുടെ അടിയിൽ ഋകാരം, വീണ്ടും ഗായും ചേർത്ത് ഭൃംഗഹ. വണ്ടിനാണ് ഭൃംഗഹ എന്ന് പറയുന്നത്. അടുത്ത് കൃമിഹി, പുഴുവിനാണ് കൃമിഹി എന്ന് പറയുക, കൃമിഹി. അടുത്ത് ചിത്രപതംഗഹ, ചിത്രശലഭത്തിന് ചിത്രപതംഗഹ എന്ന് പറയുക. നോക്കൂ, ഇടത്തോട്ട് വള്ളി, തായുടെ നടുക്ക് ചെരിച്ച് വരാ, ചിത്ര പ ത, ഗായും ചേർത്ത് പതംഗഹ. വലതുവശത്ത് വിസർഗൊട്ട, ചിത്രപതംഗഹ എന്നാവും. അടുത്തത് ശതപാതഹ, പഴുതാരിക്കാണ്, സെൻറ്റിപേഡ് എന്നാണ് അതിൻ്റെ ഇംഗ്ലീഷ്. ശതപാതഹ എന്ന് വെച്ച് കഴിഞ്ഞാൽ സംസ്കൃതത്തിൽ ശതപാതഹ എന്താണ്, പഴുതാര. അടുത്ത എന്താണ്, മിലീപതഹ എന്ന് വെച്ചാൽ തേരട്ട, ചില സ്ഥലങ്ങളിൽ ചേരട്ട എന്ന് പറയാറുണ്ട്. മില്ലിപ്പേഡ് എന്നാണ് ഇംഗ്ലീഷ്, അപ്പോൾ തേരട്ട, മിലീപതഹ. അടുത്ത വൃശ്ചികഹ, തേളിനാണ് വൃശ്ചികഹ എന്ന് പറയുക. വാ എന്ന അക്ഷരത്തിൻ്റെ അടിയിൽ ഋകാരം, വീണ്ടും ചായും ചേർത്ത് എഴുതിയിട്ട് മുകളിലോട്ട് ഇടത്തോട്ട് വര ഇട്ടിട്ട് വൃശ്ചികഹ, എഴുതുക, വൃശ്ചികഹ. തേളിനാണ് വൃശ്ചികഹ എന്ന് പറയുന്നത്. അടുത്ത് നോക്കൂ, പുത്തിക എന്ന് എഴുതുന്നത് പായുടെ അടിയിൽ ഊച്ചിഹ്നം, 2 താ ചേർത്ത് എഴുതുന്നു, ഇടത്തോട്ട് വള്ളി, എന്ന് ദീർഘം. പുത്തിക എന്ന് വെച്ചാൽ തുമ്പിയാണ്, പുത്തിക, തുമ്പി. അടുത്ത് ജതുകായാണ്, ജതുക എന്ന് വെച്ചാൽ പാറ്റയാണ്, എപ്പോഴും വീടുകളിൽ കാണുന്നതാണ് പാറ്റ, ജതുക. അടുത്ത മക്ഷിക, ഈച്ച, ഇക്ഷ എഴുതി ഇടത്തോട്ട് വള്ളി, മക്ഷിക, എന്ന് ദീർഘം, മക്ഷിക. അടുത്ത മധുമക്ഷിക എന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ച. അടുത്ത പിപ്പീലിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറുമ്പാണ്. ഇടത്തോട്ട് വള്ളി, വലത്തോട്ട് വള്ളി, ഇടത്തോട്ട് വള്ളി, പിപ്പീലിക. ഇത്രയുമാണ് വീടിൻ്റെ പരിസരത്ത് സാധാരണ കാണുന്ന പ്രാണികൾ. ധന്യവാദ.